പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിൽ തൊഴിലാളി നിയമനം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ ഫാമിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. എടക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രകടനമായി എത്തിയ സമരക്കാരെ ഫാം കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ ധർണ ജില്ലാ സെക്രട്ടറി VP അനിൽ ഉദ്ഘാടനം ചെയ്തു. പരീക്ഷയെല്ലാം നടത്തിയിട്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്ത് 51 പേരെ തെരഞ്ഞെടുക്കുകയുണ്ടായി. ആ 51 പേരുടെ നിറം ഞങ്ങൾ നോക്കിയിട്ടില്ല. അത് മഞ്ഞയാണോ, ചുവപ്പാണോ, നീലയാണോ, പച്ചയാണോ എന്നുള്ള നിറമൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. അതിലെല്ലാം നിറമുള്ളവരുണ്ടാവും, നിറമില്ലാത്തവരുണ്ടാവും. പക്ഷെ അവര് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഇവിടുന്ന് അറിയിപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് അർഹതപ്പെട്ട് നേടിയിട്ടുള്ള ജോലിയാണ്. അതുകൊണ്ടാണല്ലോ കൃഷി വകുപ്പ് അവർക്ക് നിയമന ഉത്തരവ് നൽകിയിട്ടുള്ളത്. ആ നിയമന ഉത്തരവും മേടിച്ച്, ഒരു ഗവൺമെന്റിന്റെ ഉത്തരവും മേടിച്ച് ഇവിടെ ജോലിക്ക് വേണ്ടി, നിയമനം കിട്ടുന്നതിന് വേണ്ടി ജൂൺ മാസം 1-ാം തീയതി ഇവിടെ എത്തിച്ചേരുകയാണ്. ആ സന്ദർഭത്തിലാണ് പറയുന്നത് നിയമനം റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളത്. ഇത് എവിടുത്തെ കാര്യമാണ്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന കത്ത് നൽകി അപേക്ഷ ക്ഷണിച്ച് ഇന്റർവ്യൂ നടത്തി നിയമാനുസൃതമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച നിയമനമാണ് ഭരണം മാറിയതോടെ UDF അട്ടിമറിച്ചതെന്ന് സമരക്കാർ പറഞ്ഞു. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജില്ലാ എംപ്ലോയ്മെന്റിന് കത്ത് നൽകി നിലമ്പൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും എല്ലാ സംവരണ നടപടിക്രമങ്ങളും പാലിച്ച് സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയാണ് നിയമന നടപടികൾ നടത്തിയത്. ഒരാൾക്ക് 9 പേർ എന്ന തോതിലാണ് ഇന്റർവ്യൂവിന് ഹാജരായത്. ഇതിൽ നിന്നും അർഹതയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ലിസ്റ്റിന് സർക്കാർ അംഗീകാരം ലഭിച്ച് ജൂൺ മുതൽ ജോലിയിൽ പ്രവേശിക്കാൻ കത്തയച്ചു. ഇതിനിടെ നിയമന നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന കൃഷി ഡയറക്ടർ അറിയിപ്പ് നൽകുകയായിരുന്നുവെന്ന് സമരക്കാർ ആരോപിച്ചു. എടക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തമ്പുരാട്ടിക്കല്ലിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മുണ്ടേരി ഫാം ഗേറ്റിൽ പോലീസ് തടഞ്ഞു. എടക്കര ഏരിയ സെക്രട്ടറി T. രവീന്ദ്രൻ, പോത്തുകൽ ലോക്കൽ സെക്രട്ടറി മുസ്തഫ പാക്കട, ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA വേലായുധൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി V. ഷിബു, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AT റെജി, M. സുകുമാരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 51 തൊഴിലാളികളെയും ഉടൻ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് CPM നേതാക്കൾ മുണ്ടേരി ഫാം ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻചാർജിന് നിവേദനം നൽകുകയും ചെയ്തു. +2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അതല്ല +2-ന് മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ SSLC +2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ +2-ഉം നേടിയെടുക്കാനുള്ള അവസരവും. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകരിച്ച 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. കോൺടാക്ട് 8921 573 500 9446 549 027.